കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇത്തവണ 100-ൽ എണ്ണുമ്പോൾ ഒന്ന് കുറ്റ്യാടി ഉണ്ടാവുമെന്നാണ് KC പറഞ്ഞത്. തീർച്ചയായും അതാണ് ജനഹിതം, അങ്ങനെയാണ് എന്നാണ് ഈ ഒരു 10, 15, 20 ദിവസക്കാലമായി നമ്മൾ കുറ്റ്യാടിയിൽ കാണുന്ന വികാരം. ഒരു ട്രെൻഡ് ആഞ്ഞു വീശുന്ന ഒരു സാഹചര്യം കേരളം മുഴുക്കുണ്ട്. അത് കുറ്റ്യാടിയിലും പ്രകടമാണ്. എന്താണ് കുറ്റ്യാടിയിൽ ഒരു ആത്മവിശ്വാസം ഇത്തവണ? കുറ്റ്യാടി നേരത്തെ തന്നെ, ഇത്തവണയല്ല, ഈ വലിയ ട്രെൻഡ് കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റിൽ CPM വന്നപ്പോൾ ഇവരുടെ കോട്ടയായ കുറ്റ്യാടി 167 വോട്ട് കിട്ടുമായിരുന്നെങ്കിൽ തോൽക്കുമായിരുന്നു. അപ്പോൾ കേവലം ചെറിയ വോട്ടിന് ജയിച്ച് വന്ന് UDFന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയൊരു മണ്ഡലമാണ് ഇത്. കുറ്റ്യാടി UDFന്റെ മണ്ഡലമാണ്. അത് തന്നെയാണ് പ്രതീക്ഷ. ഇത്തവണ കുറച്ച് പഞ്ചായത്തുകൾ അധികം കിട്ടിയിട്ടുണ്ട്, മണിയൂരും അതുപോലെ. പഞ്ചായത്തല്ല, 2016-ൽ ഞങ്ങളിവിടെ ജയിക്കുമ്പോൾ 2 പഞ്ചായത്താണുള്ളത്. ഇത്തവണ നമ്മുടെ കയ്യിൽ പുറമേരിയുണ്ട്, പിന്നെ മണിയൂരുണ്ട്, വേളമുണ്ട്, ആയഞ്ചേരിയുണ്ട്. കുറ്റ്യാടി 11 വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. പിന്നെ തിരുവള്ളൂരിൽ ടൈയായി നറുക്കെടുപ്പ് വന്നപ്പോൾ പ്രസിഡന്റ് അവരും വൈസ് പ്രസിഡന്റ് ഞങ്ങളുമാണ്. പിന്നെ വില്യാപ്പള്ളിയിൽ ഒരു വാർഡ് ടൈയായി, അത് നറുക്കെടുത്തപ്പോൾ ജയിച്ചത് ഇടതുപക്ഷത്തിന് ആ നറുക്കെടുപ്പിൽ കിട്ടിയതാണ്. കുറ്റ്യാടിയിലെ 7 പഞ്ചായത്തും ലീഡ് ചെയ്യുന്നത് UDF ആണ്. ഈ LDFന്റെ വലിയൊരു പ്രചരണം എന്ന് പറയുന്നത്, ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും MLA-മാരൊക്കെ ജനകീയരാണ്, അതുകൊണ്ട് MLA-മാർ ജയിച്ചു കയറും എന്നുള്ളതാണ്. ഈ കുറ്റ്യാടിയുടെ ഒരു അനുഭവം എന്താണ്? അല്ല, ഈ MLA-മാർ ജനകീയരാകുന്നത് കൊണ്ടാണല്ലോ അവരെ മത്സരിപ്പിക്കുന്നത്. അല്ലാതെ ജനകീയരല്ലാത്ത MLA-മാരെ ഏതെങ്കിലും പാർട്ടി മത്സരിപ്പിക്കാറുണ്ടോ? ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. അത് മീഡിയകളിൽ, ചില മീഡിയകളുടെ ഒത്താശയോടെ ചില എന്താ പറയുക, ഗിമ്മിക്ക് കളിച്ചുണ്ടാക്കിയെടുക്കുന്ന PR വർക്കിൻ്റെ ഭാഗമായുള്ള ചില പരിപാടികളാണ്. അല്ലാതെ അതിവിടെ മറ്റൊരു നിലയ്ക്ക് ഇവിടെ മത്സരം എന്താണ്? ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും 10 വർഷത്തെ ഈ ദുർഭരണം തന്നെ തുടരണോ? അതല്ല, ഇവിടെ ജനാധിപത്യം നിലനിൽക്കുകയും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും വേണോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. 10 വർഷത്തെ ദുർഭരണത്തെ അവസാനിപ്പിക്കണോ? അല്ലാതെ കുറ്റ്യാടിയിൽ ആര് മത്സരിക്കുന്നു എന്നുള്ളതല്ല. ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്.